ഹലോ നമസ്കാരം കൂട്ടുകാരെ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്സൈസിന്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. നാളത്തെ ദിവസം നിങ്ങൾക്ക് എക്സൈസിന്റെ പരീക്ഷയുണ്ട്, എനിക്കും ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഡിഗ്രി ലെവൽ പ്രിപ്പറേഷന്റെ കൂടെയാണ് എക്സൈസ് പരീക്ഷ എഴുതുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്രാക്ടീസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ടച്ച് വിട്ട ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പൊ എനിക്ക് ടച്ച് ആവണമെങ്കിൽ പരീക്ഷ എഴുതിയേ പറ്റൂ. അതേപോലെ നിങ്ങളും ടച്ചായി മാറണമെങ്കിൽ പരീക്ഷകൾ എഴുതി പ്രിപ്പയർ ചെയ്ത് ആയേ പറ്റുള്ളൂ. നല്ല കട്ട് ഓഫ് വരുന്ന ഒരു പരീക്ഷയായിരിക്കും. ഒരു 55+ ഒക്കെ ആയിരിക്കാം. ഓക്കെ, ചിലപ്പോൾ കട്ട് ഓഫ് ചിലപ്പോൾ 50-നും 60-നും ഇടയിലൊക്കെ നിൽക്കാം. 60 അടുപ്പിച്ചൊക്കെ മാർക്ക് ഉണ്ടെങ്കിൽ പരീക്ഷ നല്ല ടൈറ്റ് ആണെങ്കിൽ ഉറപ്പായും നിയമനം ലഭിക്കുന്ന ഒരു പരീക്ഷയായിരിക്കും ഈ എക്സൈസ് പരീക്ഷ. അപ്പൊ ഇതിന്റെ സ്പെഷ്യൽ ടോപ്പിക് എടുക്കുന്നതിന് മുമ്പ് തന്നെ പറയാം, CPO ഡ്രൈവർ പറയുന്ന പരീക്ഷകളുടെ സ്പെഷ്യൽ ടോപ്പിക്കും ഹോട്ട് ടോപ്പിക്സും ലഭ്യമാവുന്നതിന് ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി. 85 88 91 698 723 അഡ്മിന്റെ നമ്പറാണ്. ക്ലാസ്സസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ PSC ഡൗട്ടുകളൊക്കെ വരുമ്പോഴും ചോദിക്കാം ഇതില്. ഓക്കെ, വിളിക്കണ്ട, അതിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി, ഇന്നലെ റിപ്ലൈ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പൊ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ പഠിക്കേണ്ട കാര്യങ്ങൾ ആദ്യം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഒന്ന്, അബ്കാരി ആക്ട് 1077. അത് പറയുന്നത് മലയാള വർഷമാണ്. കർക്കിടക 31 കൊച്ചി മഹാരാജാവ് കൊണ്ടുവന്ന ആക്ട് ആണ്, അദ്ദേഹം ഒപ്പിട്ട ആക്ട് ആണ് ഈ അബ്കാരി ആക്ട് 1077 എന്ന് പറയുന്ന ആക്ട്. അതുപോലെ NDPS ആക്ട് ഉണ്ട് 1985, നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് എന്നാണ് അതിന്റെ ഫുൾ നെയിം. 1985 വന്ന ആക്ട് ആണ്. ഇതിന്റെ ഫുൾ ക്ലാസ് നമ്മൾ യൂട്യൂബിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തേക്കാം, ക്ലാസ് കമന്റിൽ നോക്കിയാൽ മതി. അടുത്ത ഡിസ്റ്റിലറീസ് ആൻഡ് വെയർ ഹൗസ് റൂൾസ് 1968, ഇത് നമ്മുടെ ചാപ്റ്റർ ആണ്. പിന്നെ ഫോറിൻ ലിക്കർ റൂൾസ് ചാപ്റ്റർ ആണ്. കോട്ട്പ 2003 അല്ലെ, സിഗരറ്റും ടൊബാക്കോ ആയിട്ട് ബന്ധപ്പെട്ട ആക്ട്. പിന്നെ ക്യാമ്പയിൻ അഗേൻസ്റ്റ് ആൽക്കഹോളിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള പദ്ധതികളും ക്യാമ്പയിനിങ്ങിനെ കുറിച്ചുള്ള സെക്ഷൻ ഉണ്ട്. അത് ഒരുപാടെണ്ണം കൊണ്ട് പഠിക്കാൻ. പ്രധാനപ്പെട്ടത് പറയാം, IT ആക്ട് 2000. ഇത്രയാണ് നമുക്ക് 20 മാർക്കിന് ചോദിക്കുന്നത്. അപ്പൊ ഇതിനെ കുറിച്ചൊരു ക്ലാസ് ആണ്, നാളത്തേക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരു റിവിഷൻ മോഡലാവും. ചിലപ്പോൾ ഇതിനൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻ വരും. ഏകദേശം നല്ലൊരു മാർക്ക് ചിലപ്പോൾ ഇതിന് സ്കോർ ചെയ്യാൻ പറ്റും എന്നൊരു പ്രതീക്ഷയോടുകൂടി തുടങ്ങുന്നു. അബ്കാരി ആക്ട് 1902. അപ്പൊ 1902 എന്ന് ഞാൻ പറയാൻ കാര്യം ഇംഗ്ലീഷ് വർഷമാണ്. 1902 ഓഗസ്റ്റ് 5. ഒരു റിവിഷൻ ക്ലാസ്സിൽ നിന്നുള്ള നോട്ട് വെച്ചാണ് ഞാൻ പറയുന്നത്. അബ്കാരി ആക്ടിൽ എത്ര വകുപ്പുകളുണ്ട്? അപ്പൊ ഒന്ന് വന്ന വർഷം 1902 ഓഗസ്റ്റ് 5 പറഞ്ഞു. അബ്കാരി ആക്ടിൽ എത്ര വകുപ്പുകളുണ്ട്? ചോദ്യം, വകുപ്പുകളുടെ എണ്ണം 72 വകുപ്പുകളാണുള്ളത്. ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ് പറയുന്നത്. ഓക്കെ, ഈ അബ്കാരി ആക്ടില് ഡെഫിനിഷൻസ് അല്ലെങ്കിൽ നിർവചനത്തെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് 3. ചോദ്യം വരാം. 3-ൽ 10 പറയുന്നത് എന്തിനെ കുറിച്ചാണ്? മദ്യത്തെ കുറിച്ചുള്ള നിർവചനം. മദ്യം എന്ത് എന്നുള്ള കാര്യം പറയുന്നതാണ് 3-ൽ 10. പഠിക്കണം. ഓക്കെ, നിർവചനം അനുസരിച്ച് മദ്യത്തെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, അതില് നിർമ്മാണ പ്രക്രിയ 3ആയിട്ടെന്നല്ല, ഞാൻ അത് പറഞ്ഞ മിസ്റ്റേക്ക്. 3-ാമത്തെ സെക്ഷനാണ് നിർവചനങ്ങളെ കുറിച്ച് അബ്കാരി ആക്ടിൽ പറയുന്നത്. 3-ൽ 10 മദ്യത്തെ കുറിച്ച് പറയുന്നത്. മദ്യം പല ടൈപ്പ് ഉണ്ടല്ലേ. അതില് നിർമ്മാണത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന് 2ആയിട്ട് തരംതിരിക്കുന്നു. ഒന്ന് ഫെർമെന്റ് ചെയ്ത ടൈപ്പ്, അതായത് പുളിപ്പിച്ച മദ്യം. പിന്നെ അടുത്തത് ഡിസ്റ്റിൽഡ്, അല്ലെങ്കിൽ വാറ്റിയ മദ്യം എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഇതില് ഫെർമെന്റഡ് ടൈപ്പ് ഏതൊക്കെ നിങ്ങൾ പഠിക്കണം. കള്ള്, ബിയർ, പിന്നെ വൈന്. ഇതെല്ലാം പുളിപ്പിച്ചതാണ്. അപ്പൊ പുളിപ്പിച്ചതെല്ലാം പുളിപ്പ് രസമുള്ള സാധനമല്ലേ. ഈ വൈന് കുടിക്കാത്ത ആരും കാണൂല. ബിയർ കുടിക്കാത്ത ആൾമോസ്റ്റ് ആൾക്കാർ ബിയർ കുടിക്കും. കള്ളും ആരെങ്കിലും ഒക്കെ കുടിച്ചു കാണും. ഇതൊന്നും കുടിച്ചെന്ന് പറഞ്ഞ് വലിയ തെറ്റൊന്നുമല്ല. ലിമിറ്റഡ് രീതിയിലാണെങ്കിൽ, വല്ല പ്രൊക്കേഷനിലേക്ക് കഴിച്ചു കഴിഞ്ഞാൽ വലിയ തെറ്റൊന്നുമല്ല. ഓക്കെ, അടുത്തത് ഡിസ്റ്റിൽഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ വാറ്റിയ സാധനം എന്ന് പറഞ്ഞാൽ മറ്റ് ചാരായങ്ങളും പിന്നെന്തൊക്കെയാണ് വരുന്നത്? മറ്റ് മദ്യം പിന്നെ ചാരായം എല്ലാം വാറ്റുന്നതാണ് കേട്ടോ. ഇതൊന്നും ഉപയോഗിക്കാത്തതാണ് നല്ലത്. പിന്നെ ഒക്കേഷനിലേക്ക് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, അടുത്തത് ഇറക്കുമതിയുടെ അടിസ്ഥാനത്തിൽ
നാടൻ മദ്യമെന്നും വിദേശ മദ്യമെന്നും തരംതിരിച്ചിരിക്കുന്നു. അതായത് നാടൻ കൺട്രി ലിക്വർ, പിന്നെ ഫോറിൻ ലിക്വർ, അതാണ് വിദേശ മദ്യം. ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. കാരണം മദ്യത്തെ കുറിച്ച് ബേസിക് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ. വർഷം മറക്കരുത്, 1902 ഓഗസ്റ്റ് 5 ഈ പറയുന്ന 1077 കർക്കിടകം 31. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അബ്കാരി ആക്ട് തന്നെ. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഇനി ചാരായം, ചാരായത്തിന് പറയുന്ന നിർവചനം, ചാരായത്തെ കുറിച്ച് പറയുന്ന നിർവചനം എവിടെയാണ് എന്ന് ചോദിച്ചാൽ 3 6A ആണ്. ചാരായത്തിന്റെ ഇംഗ്ലീഷ് നെയിം എന്ന് പറഞ്ഞാൽ അറേ ആണ്. അറേ എന്ന് പറയുന്നത് ചാരായമാണ്. അപ്പൊ 6A, അറേ, 3 6A എന്ന് പറഞ്ഞാൽ അറേ. സാറ് പഠിപ്പിച്ച കോഡാണ്. ഇത് ബന്ധപ്പെട്ട ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പോയിരുന്നു. അപ്പൊ അതിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. 3 6A, അറേ എന്ന് പറയും. അറേ. ഓക്കെ, അദ്ദേഹം പറഞ്ഞ കോഡാണ്. അപ്പൊ നമ്മളത് കോപ്പി അടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ കോഡല്ല, ഞാൻ ഉണ്ടാക്കിയ കോഡ് അന്ന് തള്ളേണ്ട കാര്യം എനിക്കില്ല. അതുകൊണ്ടാണ് അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6A. 3 6A എന്ന് പറഞ്ഞാൽ ചാരായമാണ്. എളുപ്പത്തിൽ പഠിക്കാം. നല്ലൊരു കോഡ്, അദ്ദേഹത്തിന്റെ നല്ലൊരു കോഡ്. ഇനി 8 2 എന്താണ് പറയുന്നത്? ചാരായത്തിന്റെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ചാരായത്തെ കുറിച്ചാണ് പറയുന്നത്. ചാരായത്തിന്റെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് 8 2 എന്ന് പറയുന്നത്. 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനധികൃതമായ ചാരായ കടത്തലിനെ കുറിച്ചാണ് 8 പറയുന്നത്. അനധികൃതമായ ചാരായ കടത്തലിനെ കുറിച്ച് 8 പറയുന്നു. അത് 10 ലക്ഷം രൂപ, 10 വർഷം തടവും 1 ലക്ഷം രൂപയും പിഴയും ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. 8ാമത്തെ സെക്ഷൻ. ഇത് ഞാൻ റിപ്പീറ്റ് പറയുന്നില്ല, കാരണം ഒരുപാട് ഉണ്ട്. ഇത് ഇപ്പം പറഞ്ഞ സമയം തീർക്കുന്നത് വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണാമല്ലോ. അതുകൊണ്ട് ചാരായ നിരോധനം കേരളത്തിൽ ഏർപ്പെടുത്തിയ വർഷം 1996, AK ആന്റണി സർക്കാരിന്റെ സമയത്ത്. 1996 പഠിക്കണം. ചാരായത്തിന്റെ കുറ്റകൃത്യത്തെ കുറിച്ചുള്ള നിയമങ്ങൾ നിലവിൽ വന്നത് 997 ആണ്. തൊട്ടടുത്ത നിരോധനം ഏർപ്പെടുത്തിയ തൊട്ടടുത്ത വർഷം അതിനെ കുറിച്ച് നിയമങ്ങൾ വന്നു. ഇത്രയും നോക്കിക്കോണം. അടുത്ത സെക്ഷനിലോട്ട് പോകുന്നു. ഫാസ്റ്റ് ആയിട്ടുള്ള റിവിഷൻ ആയിട്ട് പറഞ്ഞു പോകുന്നതാണ്. കള്ളിനെ കുറിച്ചുള്ള നിർവചനം. കള്ളിന് നിർവചനം കൊടുത്തിരിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ 3 8 ആണ്. 3 10 നമ്മൾ പറഞ്ഞു മദ്യം. 3 8 ആണ്. ഇനി കള്ളിനെ കുറിച്ചുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ച് പറയുന്ന വകുപ്പ്, കുറ്റങ്ങളെ കുറിച്ച്, ഒഫൻസിനെ കുറിച്ച് പറയുന്ന വകുപ്പ് 15 ആണ്. ഈ 15 A പഠിക്കണം, 15 B പഠിക്കണം, 15 C പഠിക്കണം. അബ്കാരി ആക്ടില് 15 Aയും Bയും Cയും പഠിക്കണം. 15 A എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മദ്യം ഉപയോഗിക്കാൻ 23 വയസ്സ് മിനിമം പ്രായം വേണം. അപ്പൊ 23 വയസ്സിൽ താഴെയുള്ള ഒരാൾ മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് 15 A ആണ്. 23 വയസ്സിൽ താഴെയുള്ള ഒരാൾക്ക് മദ്യം വിൽക്കാൻ പാടില്ല എന്ന് പറയുന്നത് 23 B ആണ്. ബോട്ട് വാങ്ങുക, വിൽക്കുക, ഉപയോഗിക്കുക A. കേട്ടാ. ഇനി 15 C എന്ന് പറഞ്ഞാൽ പൊതുസ്ഥലത്ത്, പബ്ലിക് ആയിട്ടുള്ള പ്രോപ്പർട്ടിയിൽ നമ്മൾ ഇരുന്ന് മദ്യപിച്ചു കഴിഞ്ഞാൽ പോലീസ് ഡയറക്റ്റ് വന്ന് എടുത്തുകൊണ്ട് പോകും. അബ്കാരി ആക്ട് 15 C ചാർജ് ചെയ്യും. ഓക്കെ, ഇതിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ 2 വർഷം പ്ലസ് 5000 രൂപയാണ് ഇതിന്റെ പിഴ ശിക്ഷ കൂടെ വരുന്നത്. പക്ഷെ ഇതൊക്കെ അദാലത്തിൽ 200-300 രൂപയിൽ തീരുന്ന കേസസ് ആണ് കോടതിയിലൊക്കെ. ഓക്കെ, അപ്പൊ അതും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സെക്ഷനിലൂടെ നമുക്ക് പോവാം. 55 D, 55 G, 55 H, 55 I. ശ്രദ്ധിക്കുക, ഇതെല്ലാം ക്യാപിറ്റൽ ആണ്. ഇതിന്റെ എല്ലാം സ്മോളും വേറെ പഠിക്കാറുണ്ട്. 55 സ്മോൾ G, 55 ഈ സ്മോൾ H, 55 സ്മോൾ I. നമുക്ക് പഠിക്കാറുണ്ട്. 55 എന്ന് പറഞ്ഞാൽ എന്താണ്? മദ്യവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങളെ 55 പറയുന്നു. റിലേറ്റഡ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, മദ്യവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ 55 പറയുന്നു. 55 D എന്ന് പറഞ്ഞാൽ ഗൂഢാലോചന. ഡി 55 D PYQ ആണ്. 55 D PYQ ആയതുകൊണ്ട് ഈ G വെച്ചും Iയും സ്മോൾ എല്ലാം പഠിക്കണം. 55 ക്യാപിറ്റൽ G വ്യാജരേഖകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹാജരാക്കുന്നതിന് 55 G പ്രകാരം എന്താണ് പറയുന്നു. അതിന്റെ ശിക്ഷ 3 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ്. കാണാതെ പഠിച്ചോണം. ഞാൻ ഇത് മാത്രം പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. 55 H എന്ന് പറയുന്നത്
സാറ് പറഞ്ഞ കോഡ് ഹണി റോസ്. ഹണി റോസിനെ ആലോചിച്ചാൽ മതി. പരസ്യങ്ങൾക്ക് അഭിനയിക്കുന്ന ആളാണ്. അപ്പം എച്ച് ഹണി റോസ് ആയി കഴിഞ്ഞാൽ പുകയില മദ്യവുമായി ബന്ധപ്പെട്ട പരസ്യ നിരോധനത്തെ കുറിച്ച് പറയുന്നതാണ്. ഈ 55 എച്ച് ഇതെന്ന് പറയുന്ന 6 മാസം പ്ലസ് 5000 രൂപയാണ് പിഴ വരുന്നത്. 5000 രൂപ. ഓക്കെ, 5000 അല്ല 50,000 കേട്ടോ. 50,000 പണ്ട് ഇത് 25,000 ആയിരുന്നു. ഇപ്പൊ പുതുക്കിയ ഭേദഗതിയിലാണ് മാറ്റം വന്നത്. ഇനി 50,000 ഓപ്ഷൻ ഇല്ലെങ്കിൽ 25,000 എഴുതിയാൽ മതി. ഓക്കെ, 55 ഐ എന്ന് പറയുമ്പോഴത്തേക്ക് തിയേറ്റർ ആലോചിക്കുക. ഐ എന്ന് പറഞ്ഞ ഒരു സിനിമയാണ്, വിക്രത്തിന്റെ സിനിമയാണ്. അപ്പൊ സിനിമയായിട്ട് കണക്ട് ചെയ്ത് സിനിമ തിയേറ്റർ ആലോചിക്കുക. തിയേറ്ററിൽ കൊടുക്കുന്ന മുന്നറിയിപ്പ് സംവിധാനത്തെ കുറിച്ചാണ്, മദ്യത്തെ കുറിച്ച്. മദ്യം ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുന്ന മുന്നറിയിപ്പ് 55 ഐയിൽ പറയുന്നു. 55 ഐ അതെന്ന് പറയുന്നത് സ്ക്രീനിന്റെ 1/10 ഭാഗത്ത് കാണിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. അളവും ഉണ്ട്. ഓക്കെ, ഇതിന്റെയൊക്കെ ശിക്ഷ എത്ര തന്നെ? 6 മാസം 50,000 രൂപ പിഴ തന്നെ. ഇനി 55 സ്മോൾ ജി എന്ന് പറയുമ്പം ഗ്ലാസും പാത്രമൊക്കെ, മദ്യം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാത്രങ്ങളെ കുറിച്ച് ഉള്ള സെക്ഷനുകളാണ്. പാത്രങ്ങൾ എന്ന് പറഞ്ഞ സെക്ഷൻ വന്നാൽ 55 ജി ആലോചിച്ചാൽ ഗ്ലാസ് വെച്ചാണ് നമ്മൾ കുടിക്കുന്നത്. അപ്പം ഉണ്ടാക്കുന്ന പാത്രം ആലോചിച്ചാൽ മതി. 55 എച്ച് എന്ന് പറഞ്ഞാൽ ഹോർലിക്സ് കുപ്പിന്ന് ആലോചിക്കുക. മദ്യം സ്വന്തമായിട്ട് ഉണ്ടാക്കി കുപ്പിയിലാക്കുന്ന ഒരു സെക്ഷനാണ് ഈ 55 എച്ച്. സ്മോൾ എച്ച് ഹോർലിക്സിനെ കണക്ട് ചെയ്യുക. 55 ഐ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണാണ് നമ്മൾ ആലോചിക്കുന്നത്. ഈ സ്മോൾ ഐ ആയതുകൊണ്ട് കണ്ണ് ആലോചിക്കും. കണ്ണ് ചെറുതാണ്. അപ്പൊ സ്മോൾ ഐ ചെറുത്, ക്യാപിറ്റൽ ഐ വലുത്. വിക്രം ഭയങ്കര മുഖത്തൊക്കെ വലുതായിട്ട് വരൂലേ ഐ. അപ്പൊ 55 ഐ എന്ന് പറഞ്ഞാൽ കണ്ണ് നമ്മൾ കണ്ണിലെ കൃഷ്ണമണി വളരെ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കും അല്ലെ. അപ്പൊ കൈവശം സൂക്ഷിച്ച് വയ്ക്കുന്നതിനെ കുറിച്ചുള്ള കുറ്റകൃത്യം 55 ഐയില് പറയുന്നു. നമ്മളെ എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്? എക്സൈസ് വകുപ്പ് മന്ത്രി പഠിച്ചോളാം, എം ബി രാജേഷാണ്. പഴയ സ്പീക്കർ ആയിരുന്നു. ഓക്കെ, നമുക്ക് ഇനി അടുത്ത പഠിക്കാനുള്ളത് 11ാമത്തെ സെക്ഷൻ. 11ാമത്തെ സെക്ഷനിൽ പറയുന്ന പെർമിറ്റിനെ കുറിച്ചാണ്. 11ാമത്തെ സെക്ഷനിൽ പറയുന്നത് എന്നൊരു കാര്യം പഠിച്ചോണം. പെർമിറ്റ് നൽകുന്നത് ആരാണ്? എക്സൈസ് കമ്മീഷണർ ആണ് പെർമിറ്റ് നൽകുന്നത്. കമ്മീഷണർ ഇപ്പൊ ആരാണ്? MR അജിത് കുമാർ, പഴയ ADGP. ഇനി അദ്ദേഹം ഇല്ലാന്നുണ്ടെങ്കിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറിനും ഈ പെർമിറ്റ് നൽകാം എന്നൊരു കാര്യം മനസ്സിലായിക്കോളാം. ഓക്കെ, അടുത്തത് എക്സൈസിന്റെ കുറ്റകൃത്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മിനിമം പരിശോധന നടത്താൻ കഴിയുന്നത് ആർക്കാണ്? അത് പ്രിവെന്റീവ് ഓഫീസറാണ്. എക്സൈസിന്റെ പ്രിവെന്റീവ് ഓഫീസറാണ്. നിങ്ങളെ ഇപ്പൊ ജോലി കിട്ടി കയറുന്നത് CEO സിവിൽ എക്സൈസ് ഓഫീസർ. അതിന്റെ അടുത്ത പ്രൊമോഷൻ പോസ്റ്റ് ആണ് എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ. അതായത് പോലീസിലാണെങ്കിൽ ഹബിൽദാർ അല്ലെങ്കിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ SCPO എന്ന് പറയും. SCPOയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ പറയും എന്താണ്, SI ഓഫീസർ റാങ്ക് കൂട്ടല്ലേ എന്താണ് ഈ കേസുകൾ അന്വേഷിക്കുന്നത് നമ്മൾ ചിന്തിക്കും. അങ്ങനെയല്ല, പോലീസിൽ സത്യം പറഞ്ഞാൽ ഒരു കേസ് വരുമ്പോൾ സീനിയർ ആയിട്ടുള്ള പോലീസ് സാധാ കോൺസ്റ്റബിൾ സിവിൽ പോലീസ് ഓഫീസറിനെയാണ് ഏൽപ്പിക്കുന്നത്. അദ്ദേഹം ലേബൽ SI ഓഫീസറിന്റെ പേരിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഡയറക്റ്റ് ഇപ്പോൾ ഒരു ഓഫീസർ ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ചാർജ് വഹിക്കാവുന്ന ഒരു ഉദ്യോഗസ്ഥൻ എപ്പോഴും സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആയിരിക്കും. അദ്ദേഹത്തിന് NCO എന്ന് പറയാം, നോൺ കമ്മീഷൻഡ് ഓഫീസർ കേട്ടോ, NCO എന്നും പറയാം. ഗസറ്റഡ് റാങ്കിൽ അല്ലാത്ത ഉദ്യോഗസ്ഥനാണ്. എന്നാൽ ഗസറ്റഡ് റാങ്കിന്റെ ഉദ്യോഗസ്ഥർ പദവി ഒരാൾക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ഒരു പദവിയാണത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ കയറുന്ന ഈ CEOയും CPOയും നിസ്സാര പണിയല്ല എന്നൊരു കാര്യം ആലോചിക്കുക. ഒന്നുമില്ലെങ്കിലും +2 ലെവൽ ജോബാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത നോക്കാം. പെർമിറ്റ് 11 പെർമിറ്റിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത്? പെർമിറ്റിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ടുപോകുന്ന ആളുടെ പേര്, ചരക്ക് കൊണ്ടുപോകുന്ന ആളുടെ പേര്, പിന്നെ മദ്യം, എന്തൊക്കെ മദ്യങ്ങളാണ് കൊണ്ടുപോകുന്നത് അതിന്റെ പേര്, പിന്നെ അളവ്, മദ്യത്തിന്റെ അളവ്, കൊണ്ടുപോകുന്ന തീയതി, പിന്നെ ജോലിക്കാരുടെ വിവരങ്ങൾ എല്ലാമാണ് ഈ 11ാമത്തെ സെക്ഷനിൽ വരുന്നത്. 11 അത് പഠിക്കാൻ ഒരു കോഡുണ്ട്. 11 ഈ ഒന്നിനെ നമ്മൾ ചരിച്ചെഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ വരൂല്ലേ, ഇത് പോസ്റ്റാണ്. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് പൊക്കി വന്നു കഴിഞ്ഞാൽ 1-1 ആവും. ഇത് ഇങ്ങനെ വീണ്ടും താന്നു വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആവും. എക്സൈസിന്റെ ചെക്ക് പോസ്റ്റ് ആണെന്ന് പഠിച്ചാൽ മതി. 11 3-11 എന്ത് പറയുന്നു? 3-11 പറയുന്നത് എന്തിന്റെ നിർവചനമാണ്? ബിയറാണ്. ബിയറിന്റെ നിർവചനമാണ് 3-11. ഇനി
ഇന്ത്യൻ സ്റ്റാൻഡേർഡ് IS ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്നൊരു പദം വന്നു കഴിഞ്ഞാൽ അത് ന്യൂട്രൽ സ്പിരിറ്റിനെ ഡിനോട്ട് ചെയ്യുന്നു. ചോദിച്ചിട്ടുള്ള ന്യൂട്രൽ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മാനദണ്ഡം. ഇന്ത്യൻ മാനദണ്ഡം എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് ഏത് സ്പിരിറ്റ് ആയിരിക്കും? ഇന്ത്യൻ മാനദണ്ഡം അനുസരിച്ച് ഉണ്ടാകുന്ന സ്പിരിറ്റ് ആണ് ന്യൂട്രൽ സ്പിരിറ്റ് എന്നൊരു കാര്യം പഠിച്ചോളാം. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ചോദ്യം, ചോദിച്ചിട്ടുള്ളതാണ് കേട്ടാ. ഇനി അടുത്ത ചോദ്യം, സമയമില്ല, ഒരുപാട് തീർക്കാറുണ്ട്. റെക്ടിഫൈഡ്, ഇനി നമുക്ക് അതിൽ റെക്ടിഫൈഡ് സ്പിരിറ്റ് പഠിക്കാറുണ്ട്, അബ്സല്യൂട്ട് സ്പിരിറ്റ് ആൽക്കഹോൾ പഠിക്കാറുണ്ട് കേട്ടാ. ഇതിലെ ഈ ന്യൂട്രൽ സ്പിരിറ്റിൽ റെക്ടിഫൈഡ് സ്പിരിറ്റ് ഒക്കെ നമുക്ക് പഠിക്കാറുണ്ട്. ഇത് ഫസ്റ്റ് പഠിക്കേണ്ടത് 95.6% ആൽക്കഹോൾ, ശുദ്ധീകരിക്കാത്ത ആൽക്കഹോൾ അതിലെന്തൊക്കെ ഉണ്ടാവും? മദ്യവും ജലവും ഉണ്ടാവും. മദ്യം, ജലം ഉണ്ടാവും. ഇത് 50 ഡിഗ്രി സെൽഷ്യസിൽ OPയിൽ കുറയാത്ത അൺഡീനാച്ചുവേർഡ് സ്പിരിറ്റ് ആണ്. എന്താണ് UPയും OPയും? ഇത് അണ്ടർ പ്രൂഫ്, ഇത് ഓവർ പ്രൂഫ് കേട്ടാ. അണ്ടർ പ്രൂഫും ഓവർ പ്രൂഫും ഒന്ന് പഠിച്ചിരിക്കുക. പറഞ്ഞുതരാം. 30 ഡിഗ്രി OP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 + 30 ഓവർ പ്രൂഫ് ആണ്. ഓവർ പ്രൂഫ് എന്ന് പറഞ്ഞാൽ കൂടുതൽ. 100ന്റെ കൂടെ 30 കൂട്ടി 130 ആണ് ഇതിന്റെ സ്പിരിറ്റിന്റെ അളവ്. ഇനി 30 ഡിഗ്രി അണ്ടർ പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 - 30 70 ആണ് മദ്യത്തിന്റെ അളവ്. ഓക്കെ, ഇതാണ് അതിന്റെ കണക്ക്. ഇനി സാധാരണ 57.11 ആണ് സാധാരണ മദ്യത്തിൽ വരുന്ന ആൽക്കഹോളിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ലണ്ടൻ പ്രൂഫ് പ്രകാരമുള്ള വാല്യൂ ഉള്ളത്. ഇന്ത്യൻ പ്രൂഫ് അല്ല, ലണ്ടൻ പ്രൂഫ്. അതായത് 100 ഡിഗ്രി പ്രൂഫ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്ന കാര്യമാണ് 100 ഡിഗ്രി പ്രൂഫ് എന്നുള്ളതിന് ചില പ്രൂവ് എന്നും തരും മലയാളത്തിൽ. പ്രൂവ് എന്ന് പറഞ്ഞാൽ ഉത്തരം എന്നാണ്. 100 ഡിഗ്രി പ്രൂഫ് എന്ന് പറഞ്ഞാൽ 57.11 ഡിഗ്രി അല്ല, ശതമാനം. B/V എന്നാണ്. അതായത് മീൻ ചെയ്യുന്നത് ആൽക്കഹോൾ ബൈ വോളിയം, ABV എന്ന് പറയും. ആൽക്കഹോൾ ബൈ വോളിയം ഉള്ളതിലുള്ള ആൽക്കഹോളിന്റെ ശതമാനം 57.11. ഇതിനെ ലണ്ടൻ പ്രൂഫ് എന്ന് പറയും കേട്ടാ. അടുത്ത ഡ്രൈ ഡേയ്സിന്റെ എണ്ണം. ഡ്രൈ ഡേയ്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചാൽ മതി കേട്ടാ, എണ്ണം ഒന്നും പഠിക്കണ്ട. ഡ്രൈ ഡേയ്സ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ പരീക്ഷയ്ക്കും ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ എക്സൈസിന്റെ PVQ സ്പെഷ്യൽ ടോപ്പിക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. 1 ശ്രീനാരായണ ഗുരു ജയന്തിയും സമാധിയും. ഗാന്ധിജി, മഹാത്മാഗാന്ധിയുടെ ജയന്തി, ജനിച്ച ദിവസവും സമാധിയും. ഒക്ടോബർ 2 ജനുവരി എന്നാണ്? ജനുവരി എന്നൊന്ന് കമന്റ് ചെയ്യും. ഓക്കെ, അടുത്ത ജൂൺ 26 എന്താണ്? ലഹരി വിരുദ്ധ ദിനം, ജൂൺ 26. പിന്നെ വോട്ടെണ്ണുന്ന ദിവസം സിവിൽ സപ്ലൈസും ബാറും ഒക്കെ അവധിയായിരിക്കും. പിന്നെ വോട്ട് എണ്ണുന്നതിന് മുമ്പുള്ള പോളിംഗ് തുടങ്ങുന്നതിന് മുമ്പത്തെ അവസാനത്തെ 48 മണിക്കൂർ ട്രൈ ഡേ ആയിരിക്കും. പിന്നെ എല്ലാ ഇംഗ്ലീഷ് മാസങ്ങളിലെ ഫസ്റ്റ് ഡേറ്റ് ട്രൈ ഡേ ആണ്. ഇപ്പൊ കള്ള് ഷാപ്പുകൾക്ക് അത് ഡ്രൈ ഡേ അല്ല. ഓക്കെ, പിന്നെ ദുഃഖവള്ളിയും എന്താണ്? ഡ്രൈ ഡേ. ദുഃഖവള്ളി ചോദിച്ചതാണ് കേട്ടാ, ഡ്രൈ ഡേ ആണ്. നമുക്ക് NDPS-ലോട്ട് പോവാം. അബ്കാരിയൊക്കെ അതുവരെ നിൽക്കട്ടെ. NDPS വകുപ്പിലോട്ട് പോകാം. NDPS എന്ന് പറഞ്ഞാൽ 1985. ഇതിനെക്കുറിച്ചുള്ള ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് കയറി നോക്കിയാൽ മതി. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985. എത്ര വകുപ്പുകളുണ്ട്? വകുപ്പുകൾ മൊത്തം 83 പഠിക്കണം. ചാപ്റ്ററുകളുടെ എണ്ണം 6 അല്ലെങ്കിൽ 8. പഴയ കണക്കും പുതിയ കണക്കും പ്രകാരമുള്ളതാണ്. പട്ടികയുടെ എണ്ണം, അല്ലെങ്കിൽ ഷെഡ്യൂള് 1. മാദക വസ്തുക്കളെ കുറിച്ച് പറയുന്ന വകുപ്പ്. മാദക വസ്തുക്കൾ 22ാമത്തെ സെക്ഷനിലാണ് പറയുന്നത്. 22ലാണ് മാദക വസ്തുക്കളെ കുറിച്ച് പറയുന്ന സെക്ഷൻ. 20ാമത്തെ വകുപ്പിൽ പറയുന്നത് എന്താണ്? കഞ്ചാവിനെ കുറിച്ച് പറയുന്നത് 20ാമത്തെ വകുപ്പാണ്. 21 എന്താണ്? നാർക്കോട്ടിക് ഡ്രഗ്സുമായി ബന്ധപ്പെട്ട ഒഫൻസിനെ കുറിച്ച്, കുറ്റകൃത്യങ്ങളെ കുറിച്ച് പറയുന്നത് 21. 22 എന്ന് പറഞ്ഞാൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസിനെ കുറിച്ച്, മാദക വസ്തുക്കളെ കുറിച്ച് പറയുന്നത് 22ലാണ്.
22-ലാണ് മാദക വസ്തുക്കളെ കുറിച്ച് പറയുന്നത്. 21 എന്ന് പറയുന്നത് ഇതിനെ കുറിച്ചുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ചാണ്. 22-ല് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് അല്ലെങ്കിൽ മാദക വസ്തുക്കൾ. 50-ാമത്തെ വകുപ്പിൽ പറയുന്ന NDPS 50-ാമത്തെ വകുപ്പിൽ പറയുന്ന 72 മണിക്കൂറിനകം ഇങ്ങനെ ഒരു കേസ് പിടിച്ചു കഴിഞ്ഞാൽ 72 മണിക്കൂറിനകം അത് റിപ്പോർട്ട് അധികാരിക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. 72 ഇതിനു വേണ്ടിയിട്ട് ശരീര പരിശോധനയ്ക്ക് ഒരു ഗസറ്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഉണ്ടായിരിക്കണം. ഈ പരിശോധനയ്ക്ക് ശേഷം 72 മണിക്കൂറിനകം അതിന്റെ റിപ്പോർട്ട് അദ്ദേഹത്തിന് കൊടുത്തിരിക്കണം. ഇനി NDPS-ലുള്ള അറസ്റ്റിനെ കുറിച്ച് പറയുന്ന വകുപ്പ് 52-ആണ് കേട്ടോ. അറസ്റ്റ് NDPS-ലെ വകുപ്പ് അറസ്റ്റിനെ കുറിച്ച് പറയുന്നത് 52-ാമത്തെ സെക്ഷനിലെ അറസ്റ്റ് ആണ് പറയുന്നത്. അറസ്റ്റ് വകുപ്പ് 180 വരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാൻ പറ്റുന്ന വകുപ്പാണ് 52. ഓക്കെ. വധശിക്ഷ ലഭിക്കുന്ന വകുപ്പ് 31-ൽ വധശിക്ഷ ഏതൊക്കെ വകുപ്പ് പ്രകാരമാണ്? 19, 24, 27 ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. കഞ്ചാവ് ചെടി വളർത്തിയാലുള്ള ശിക്ഷയെ കുറിച്ച് NDPS-ൽ 21-ൽ വകുപ്പിൽ പറയുന്നു. കഞ്ചാവ് ചെടി വളർത്തിയെ കുറിച്ചുള്ളത് PYQ ആണ്. വളർത്തിയാലുള്ള ശിക്ഷയെ കുറിച്ച് പഠിക്കണം. 10 ഇയർ കഠിന തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ലഭിക്കുന്നത്. ഇനി കഞ്ചാവിന്റെ ക്വാണ്ടിറ്റിയും അതിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചു, അതൊന്ന് പഠിച്ചോണം. കഞ്ചാവിന്റെ ക്വാണ്ടിറ്റിയെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 20-ല് B-ല് 2-ാമത്തെ വകുപ്പിൽ 20-ല് B-ല് 2-ാമത്തെ വകുപ്പ് B, 20-ല് B-ല് 2-ാമത്തെ വകുപ്പ് C 3 ക്വാണ്ടിറ്റിയിൽ കൊടുക്കും. ഇതിനെ സ്മോൾ ക്വാണ്ടിറ്റി, ഇതിനെ മീഡിയം ക്വാണ്ടിറ്റി, ഇതിനെ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയും. 1 കിലോഗ്രാം വരെയാണെങ്കിൽ അത് സ്മോൾ ക്വാണ്ടിറ്റി. 20 കിലോയ്ക്ക് അത് തൊട്ട് മുകളിലോട്ടുള്ളത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി. ഇതിന്റെ ഇടയിൽ വരുന്ന ഇപ്പൊ 15 12 പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിലായതുകൊണ്ട് അത് മീഡിയം ക്വാണ്ടിറ്റി. വരുന്ന വകുപ്പുകൾ 20B-ല് 2A അത് സ്മോൾ ക്വാണ്ടിറ്റി, 20 വകുപ്പില് B-ല് 2B വന്നാൽ മീഡിയം ക്വാണ്ടിറ്റി, C വന്നു കഴിഞ്ഞാൽ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി. സിയും കണക്ട് ചെയ്യാം. ഇതിനൊക്കെ ഓരോ പിഴത്തുകകളുണ്ട്. സ്മോൾ ക്വാണ്ടിറ്റി ആണെങ്കിൽ 1 വർഷം തടവ് പ്ലസ് 10,000 രൂപ പിഴ. 10,000 രൂപ പിഴ. ഇനി മീഡിയം ക്വാണ്ടിറ്റി ആണെങ്കിൽ 10 വർഷം തടവ് പ്ലസ് 1 ലക്ഷം രൂപ. 10 മുതൽ 20 വർഷം വരെ തടവ് പ്ലസ് 1 മുതൽ 2 ലക്ഷം രൂപ വരെ പിഴ. കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ഉണ്ട്. ഓക്കെ. നമുക്ക് ഇതേപോലെ മറ്റൊന്നും ഇനി പഠിക്കാനുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോവാം. സമയം കളയാനില്ല. പറഞ്ഞു ഒരുപാട് പഠിക്കാനുണ്ട് എന്നൊരു കാര്യം പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് വരും. ഇനി അബ്സല്യൂട്ട് ആൽക്കഹോൾ നമ്മൾ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ല. അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്ന സാധനമുണ്ട്. അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ റെക്ടിഫൈഡ് ആൽക്കഹോളിനെ പരമാവധി വെള്ളം ചേർത്ത് മാറ്റിയെടുക്കുന്നതിനാണ് ഈ അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത് കേട്ടാ. സാധാരണ ആൽക്കഹോളിൽ ഇത്ര അരിച്ച് ശുദ്ധീകരിച്ചാൽ 99.5 ബാക്കി 0.5 ജലവും ആയിരിക്കും വരുന്നത്. ആൽക്കഹോള് ഈ അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഈ എത്തനോളാണ്. എത്തനോള് അല്ലെങ്കിൽ ഈതയിൽ ആൽക്കഹോൾ എന്ന് പറയും. അതിന്റെ രാസസൂത്രമുണ്ട്, ഒന്ന് പഠിച്ചോണം. CH3CH2OH അല്ലെങ്കിൽ അതിനെ മറ്റൊന്ന് പറയും C2H5OH എന്ന് പറയും കേട്ടാ. എഥനോൾ നല്ല സ്പിരിറ്റ് ഇതാണ്. ഇതിൽ മീഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ മെഥനോൾ എന്ന് പറയുന്ന സാധനം ചേർക്കുമ്പോഴാണ് അത് ബിവറേജസിൽ കിട്ടുന്ന മദ്യത്തിൽ വിഷം ചേർത്ത്, അതായത് മദ്യം ഓവറായിട്ട് എടുത്ത് കുടിക്കാതിരിക്കാൻ വേണ്ടി ചെറിയ വിഷാംശം ചേർത്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ കരളൊക്കെ നശിക്കുന്നത്. പക്ഷേ റെം നമ്മളെ ഇതുണ്ടല്ലോ, ആർമിക്കാരെ കിട്ടുന്ന മദ്യത്തിൽ ആ സാധനം ചേർക്കൂല എന്നാണ് പറയുന്നത്. ചേർക്കുമെന്തോ, അതുകൊണ്ടാണ് ഈ ആർമി റെം സാധനങ്ങൾ വളരെ നല്ലത്, ശരീരത്തിന് ദോഷം വരില്ല എന്ന് പറയുന്നത്. ഏറ്റവും നല്ല മികച്ച മദ്യമാണത്. ഡീനാച്ചുവേർഡ് സ്പിരിറ്റ്, ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കുന്ന ഡീനാച്ചുവേർഡ് സ്പിരിറ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതായത് ഈ അബ്സല്യൂട്ട് ആൽക്കഹോൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി 5 പദാർത്ഥങ്ങൾ ചേർക്കുക. അത് പഠിച്ചോണേ. ബെൻസീൻ, ഒന്ന് ബെൻസീൻ, പിന്നെ മറ്റൊന്ന് പെട്രോളിയം സംസ്കരിച്ചത് കേട്ടോ, ഗ്ലിസറിൻ,
പിന്നെ പൊട്ടാസ്യം കാർബണേറ്റ്, പിന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെയാണ് അതിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഡീനാച്ചുറൽ സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ചേർക്കുന്ന ബെൻസീൻ അതിലും വരും, ഇതിലും വരും കേട്ടോ, അബ്സല്യൂട്ട് ആൽക്കഹോളിലും വരും. പിന്നെ ഫോർമാൽഡിഹൈഡ് വരും, നോട്ട് എഴുതി പഠിച്ചോണേ, ഫോർമാൽഡിഹൈഡ്. പിന്നെ വുഡ് നാഫ്ത വരും, ലൈറ്റ് കൊക്കോസൈൻ, പിരിഡിൻ ഇതൊക്കെ വരും, ഓക്കെ. ഇനി മൊളാസസില് പഞ്ചസാര ലായനിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന മൊളാസസിൽ ഈസ്റ്റ് ചേർത്ത് പുളിപ്പിച്ചെടുക്കുന്ന സാധനമാണ് ഈ മദ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്ലൂക്കോസിൽ ഈസ്റ്റിലെ സൈമൈസ് എന്ന് പറയുന്ന എൻസൈം പ്രവർത്തിച്ചാണ് മദ്യമായിട്ട് മാറുന്നത് എന്നൊരു കാര്യം പഠിച്ചോണം. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, മദ്യം കടത്തിവിടുന്ന പൈപ്പിന്റെ നിറം ചോദിച്ചിട്ടുണ്ട്. അത് നീല സ്പിരിറ്റ്. വാഷ് കടത്തിവിടുന്ന പൈപ്പിന്റെ നിറം പച്ചയാണ്. ഈ വാഷ് എന്ന് പറഞ്ഞാൽ പഞ്ചസാര ലായനി ഈസ്റ്റും കൂടെ ചേർന്ന് കിട്ടുന്ന ആൽക്കഹോളിനെ വാഷ് എന്നാണ് പറയുന്നത്. സ്പെൻഡ് വാഷ് കടത്തിവിടുന്ന പൈപ്പിന്റെ നിറം മഞ്ഞയാണ്. ആവി കടത്തിവിടുന്ന പൈപ്പിന്റെ നിറം വെള്ളയാണ്. സ്പിരിറ്റ് ആണെങ്കിൽ ചുവപ്പാണ് കേട്ടാ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ നീല വരുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്, BYQ. അത് ഞാനൊന്ന് കമന്റ് ചെയ്തേക്കാം, മറന്നുപോയി. കടത്തിവിടുന്ന പൈപ്പിന്റെ നിറം നീലയായിട്ടുള്ളത് ക്വസ്റ്റ്യൻ ആണ്, അത് ഏതാണ് ക്വസ്റ്റ്യൻ ഞാൻ വിട്ടുപോയി. PYQ നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഡ്രൈ ഡേയ്സ് എടുത്തു. അടുത്തത് സ്കൂളിൽ നിന്നും ബാറിലോട്ടുള്ള മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും 200 മീറ്റർ പരിധിയാണ് വെച്ചേക്കുന്നത്, സ്കൂളും ബാറും തമ്മിലുള്ള പരിധി. കോട്ട്പ സെക്ഷൻ പഠിക്കാം. കോട്ട്പ 2003 നമ്മൾ സിലബസിന്റെ ഇതിൽ തന്നെ പഠിച്ചു വർഷം. കോട്ട്പ 2003 കറക്റ്റ് വർഷം പഠിക്കണം. കോട്ട്പ 2003 ചോദ്യമാണ്. 2003 മെയ് മാസം 18 കേട്ടോ കോട്ട്പ. ഐ തിങ്ക് ഈ മെയ് 18 എന്ന് പറഞ്ഞാൽ ടെലി കമ്മ്യൂണിക്കേഷൻ ദിനമാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, എനിക്ക് ഉറപ്പില്ല, നോക്കണം. ഈ കോട്ട്പ വരാൻ കാരണമായ അസംബ്ലി WHO 43ാമത്തെ അസംബ്ലിയാണ് കോട്ട്പ എന്ന കാര്യം വരാൻ കാരണമായ അസംബ്ലി. ഇത് നടന്നത് 1990 മെയ് 17 അത് പ്രകാരം 2003 മെയ് 18 കോട്ട്പ വന്നു. കേരളത്തിലെ ഹൈക്കോടതി പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ച വർഷം 1999 ജൂലൈ 12 കെ രാമകൃഷ്ണൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിൽ ആർട്ടിക്കിൾ 21 ഇതിനെക്കുറിച്ച് പറയുന്നത്. പൊതു സ്ഥലത്തുള്ള പുകവലി ഒരാളുടെ മൗലിക അവകാശങ്ങളെ, സ്വകാര്യതയെ ഹനിക്കുന്നു എന്ന് പറയുന്നത്, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള സ്വകാര്യതയെ ഹനിക്കുന്നു എന്ന് പറയുന്നത്. കോട്ട്പയിലെ വകുപ്പുകളുടെ എണ്ണം 33 വകുപ്പുകളാണ് കോട്ട്പയിൽ വരുന്നത്, 33 വകുപ്പ്. പൊതുസ്ഥലത്തെ പുകവലി നിരോധിക്കുന്നതിന് കോട്ട്പയിലെ സെക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് 4ാമത്തെ സെക്ഷനാണ് കേട്ടോ. പുകവലി നമ്മള് അങ്ങനെ പഠിച്ചത്, പുകവലി 4 വാക്കുകളല്ലേ ഉള്ളൂ, 4 ലെറ്റേഴ്സേ ഉള്ളൂ, അപ്പൊ 4. ഇതിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നത് 21ാമത്തെ സെക്ഷൻ. കോട്ട്പയിൽ 21 എത്രയാണെന്ന് വെച്ചാൽ 200 രൂപയാണ് പിഴ ശിക്ഷ വരുന്നത്. 200 രൂപ കുറവാണ് അല്ലേ. 5ാമത്തെ വകുപ്പിൽ പറയുന്നത് ശിക്ഷയാണ് പരസ്യ നിരോധനത്തെ കുറിച്ച് പറയുന്നത്. പരസ്യ നിരോധനത്തിന്റെ ശിക്ഷയാണ്, അതായത് പുകവലിയെ കുറിച്ചുള്ള പരസ്യം നൽകാൻ പാടില്ല. പണ്ടൊക്കെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സി വരെ വിൽസ് സിഗരറ്റിന്റെ ജേഴ്സി ഇതായിരുന്നു. അപ്പൊ അതൊക്കെ നിരോധിച്ചത് 5ാമത്തെ സെക്ഷനിലാണ് കേട്ടോ. ഈ 5ാമത്തെ സെക്ഷൻ പ്രകാരം ആദ്യമായിട്ട് കുറ്റകൃത്യം ചെയ്താൽ 2 വർഷവും 1000 രൂപ പരസ്യ നിരോധനത്തിനെതിരെ കുറ്റകൃത്യം ചെയ്താൽ. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്, 5 വർഷവും 5000 രൂപ പിഴ ശിക്ഷ ലഭിക്കുന്നതായിരിക്കും. 6ാമത്തെ സെക്ഷനിൽ എന്താണ് പറയുന്നത്? 6ാമത്തെ സെക്ഷനിൽ 18 വയസ്സിൽ താഴെയുള്ള ആൾക്കാർക്ക് എന്താണ് പുകയില വസ്തുക്കൾ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് 6ാമത്തെ വകുപ്പിൽ പറയുന്നത്. 6A-യും 6B-യും പഠിക്കണം. കോട്ട്പയിൽ 6A-യും 6B-യും. സ്കൂളില് കടകളില് 60x30 സെന്റിമീറ്റർ വലിപ്പത്തിലുള്ള മുന്നറിയിപ്പ് നിർദ്ദേശം, പുകയില ആരോഗ്യത്തിന് ഹാനികരം എന്നുള്ള നിർദ്ദേശം കൊടുക്കണം. പിന്നെ സ്കൂളിന്റെ 100 യാർഡ്, ഇതാണ് കറക്റ്റ് കേട്ടോ, യാർഡ് അഥവാ വാരം. മീറ്റർ തെറ്റാണ്, കാരണം 100 യാർഡ് എന്ന് പറഞ്ഞാൽ 91.44 മീറ്റർ ആണ്. ഇതും പഠിച്ചു വെച്ചോളാം കേട്ടാ. 100 മീറ്റർ വരൂല, 100 യാർഡ് എന്ന് പറഞ്ഞാൽ 91.44 മീറ്റർ ആണ്. അപ്പൊ ആ പരിസരത്തില് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല എന്ന് പറയുന്നത് 66B. അപ്പൊ ഇത് പ്രകാരമുള്ള ശിക്ഷയെ കുറിച്ച് 24 പറയുന്നു. 6ന്റെ ശിക്ഷ പറയുന്നത് 24 200 രൂപ ആണ് ശിക്ഷ വരുന്നത്.
അപ്പൊ 2ഉം 4ഉം കൂടെ കൂട്ടി 6 വരും എന്നൊരു കണക്ഷൻ പഠിച്ചാൽ അത് കിട്ടും. ഇനി ലൈസൻസുകളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ലൈസൻസുകളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ്. FL1 ലൈസൻസ് എന്താണ്? FL3 പഠിക്കണം, FL11 പഠിക്കണം, FL9 പഠിക്കണം, FL4ഉം 4A പഠിക്കണം, FL6 പഠിക്കണം, FL8ഉം 8A പഠിക്കണം. ഇത് പഠിച്ചോളാം. ചോദിച്ചിട്ടുള്ളതാണ്. ഓപ്ഷനായിട്ട് 4 എണ്ണം തന്നിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആ PVക്ക് നോക്കിയാൽ മനസ്സിലാവും. FL1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യ വിൽപ്പനയ്ക്ക് ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളെയൊക്കെ ഒന്ന് KSBC, കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ 1984 ഫെബ്രുവരി 23 നിലവിൽ വന്നു. പിന്നെ കേരള സ്റ്റേറ്റ് കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് ലിമിറ്റഡ് ഒക്കെയാണ് ഈ FL1 ഒഫീഷ്യൽ ആയിട്ടുള്ള അതോറിറ്റീസിനെ കുറിച്ച് പറയുന്നത്, സ്ഥാപനങ്ങളെ കുറിച്ച് പറയുന്നത്. FL3 എന്ന് പറഞ്ഞ ലൈസൻസ് ബാറുകൾക്ക്, അതായത് വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാല എന്ന് ചോദിച്ചാലും ബാറാണ്. ബാറിന്റെ മലയാളമാണ് എക്സൈസ് വകുപ്പിൽ പറയുന്ന മലയാള പരിഭാഷ. അത് 200 മീറ്റർ 50 മീറ്റർ എന്ന ഡിസ്റ്റൻസ് വരും. അത് 200 മീറ്റർ സാധാ ബാറുകൾക്കും 50 മീറ്റർ 4 സ്റ്റാർ 5 സ്റ്റാർ ബാറുകൾക്കാണ്. പിന്നെ ബാർ ഹോട്ടലിനെ കുറിച്ച് പറയുന്നു. അതിന്റെ ലൈസൻസും FL3 ആണ്. ബാർ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ആ ബാർ ഹോട്ടലിൽ ഫുഡിന് 60%, മദ്യത്തിന് 40% വരുമാനം പാടുള്ളൂ. കാരണം 40% കൂടിക്കഴിഞ്ഞാൽ അതൊരു ബാറായി മാറും. ബാർ ഹോട്ടലോ അല്ലെങ്കിൽ ബാർ റെസ്റ്റോറന്റോ എന്ന പേരും പദവി മാറും. FL11 ബിയർ വൈൻ പാർലറെ കുറിച്ചും അതേപോലെ KTDC കുറിച്ചും ഒക്കെ പറയുന്നു. KTDC ആണ് ബിയർ വൈൻ പാർലറൊക്കെ വരുന്നത്. KTDC ആണ്. അതിന്റെ ചെയർമാൻ PK ശശി ആണ്. FL9, FL1, FL3 ഇങ്ങനെ തുടങ്ങിയ വിദേശ മദ്യ മൊത്ത വ്യാപാര ലൈസൻസ് നൽകുന്നത് FL9 പ്രകാരമാണ്. FL4ഉം 4Aയും ക്ലബ് ലൈസൻസിനെ കുറിച്ച് പറയുന്നു. ക്ലബ് ലൈസൻസ് ഒരാൾക്ക് കൈവശം വെച്ചേക്കുന്ന മദ്യത്തിന്റെ അളവ് 15 ലിറ്റർ ആണ്. മദ്യം എന്ന് പറഞ്ഞാൽ മദ്യം, ബിയർ, വൈന്, കള്ള് എല്ലാം വരും. അടുത്ത FL6 എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ടുള്ള ലൈസൻസിനെ കുറിച്ച് FL6 പറയുന്നു. FL8ഉം 8Aയും സൈനിക ക്യാൻറ്റീൻ ലൈസൻസിനെ കുറിച്ച് 8ഉം 8Aയും പറയുന്നു. ബിയറിനെ കുറിച്ചുള്ള നിർവചനം 3-11 നമ്മൾ നേരത്തെ പറഞ്ഞു. അതില് ബിയറിന്റെ ടൈപ്പിനെ സ്പാ എന്നാണ് കോഡ് പറയുന്നത്. സ്പാ. S എന്ന് പറഞ്ഞാൽ സ്റ്റൗട്ട്. P എന്ന് പറഞ്ഞാൽ ടൈപ്പാണ്. P എന്ന് പറഞ്ഞാൽ പോർട്ടർ. A എന്ന് പറഞ്ഞാൽ ALE. അലേ എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. കോട്ടെ. അടുത്ത 9ാമത്തെ സെക്ഷൻ വകുപ്പിൽ പറയുന്ന ഭാഷകളെ കുറിച്ചാണ്. 9ാമത്തെ വകുപ്പിൽ പറയുന്ന ഭാഷകൾ, ലാംഗ്വേജസിനെ കുറിച്ച് പറയുന്നു. പ്രാദേശിക ഭാഷയിലും അതുകൂടാതെ വിദേശ ഭാഷയിലും ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പുകളോ ലെറ്റേഴ്സോ ഉപയോഗിച്ചു കഴിഞ്ഞാലും ഇംഗ്ലീഷ് ഭാഷയിലും രേഖപ്പെടുത്തിയിരിക്കണം എന്ന് പറയുന്ന വകുപ്പാണ് 9. ഭവിഷ്യത്തിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് 85% വലിപ്പത്തിലും ചിത്രങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പ് 60% വലിപ്പത്തിലും കൊടുത്തിരിക്കണം. ഇനി ഡ്രൈ ഡേയ്സ് പഠിച്ച പോലെ ഡ്രൈ സ്റ്റേറ്റ്സ് പഠിക്കണം. ഗുജറാത്ത്, മിസോറാം, ബീഹാർ, പിന്നെ നാഗാലാൻഡ്, ലക്ഷദ്വീപ്, ഇങ്ങനെ 5 സ്റ്റേറ്റ് വരും. കേന്ദ്രമുള്ള പ്രദേശമായ ലക്ഷദ്വീപ് ഉൾപ്പെടെ അതും പഠിച്ചോണം. നശമുക്ത് ഭാരതീയ അഭിയാൻ എന്ന് പറയുന്നത് 2020 ഓഗസ്റ്റ് 15 നിലവിൽ വന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് നശമുക്ത് ഭാരത്. ഇവിടെ ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുമോ, ഈ NDPS നമ്മളെ MDMA കുറിച്ചൊരു സെക്ഷൻ ഉണ്ട് കേട്ടോ. MDMA അതായത് MDMA ആണെങ്കിൽ സ്മോൾ ക്വാണ്ടിറ്റി 0.5 ഗ്രാമും മീഡിയം തൊട്ട് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി 10 ഗ്രാമാണ് കേട്ടോ. 10 ഗ്രാമാണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഭാഷകളെ കുറിച്ച് നമ്മളെ ഭരണഘടനയിൽ പറയുന്ന വകുപ്പ് ഏതാണ്? ഭാഷയിലെ ലിസ്റ്റ്. മദ്യം ഉൾപ്പെടുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത് 7ാമത്തെ പട്ടികയിലും 47ാമത്തെ ആർട്ടിക്കിളുമാണ് മദ്യ നിരോധനത്തെ കുറിച്ച് പറയുന്നത്. 246 സെക്ഷനിൽ സ്റ്റേറ്റ് ലിസ്റ്റിനെ കുറിച്ച് പറയുന്നത്. പുനർജനി 2030 എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ലഹരി തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ചതാണ്. ഇത് ഉമ്മൻചാണ്ടി സർക്കാരാണ് ആരംഭിച്ചതെന്ന കാര്യം പഠിച്ചോണം. അതിന്റെ ഭാഗമായിട്ടാണ് സുബോധം 2015 സുബോധം പദ്ധതി വന്നത്. സുബോധം 2015 ഇനി IT ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഞാൻ പറയാം. IT ആക്ടിൽ ഏറ്റവും പുതുതായിട്ട് ഉൾപ്പെടുത്തിയ ഒരു സെക്ഷനാണ് 78. 78ാമത്തെ സെക്ഷൻ IT ആക്ടിലാണ്. അതായത് ഇൻസ്പെക്ടർ
റാങ്കിൽ CAE റാങ്കിൽ കുറയാത്ത ഒരാൾ ഒരിക്കലും IT ആക്ടുമായിട്ട് ബന്ധപ്പെട്ട കുറ്റകൃത്യം അന്വേഷിക്കാൻ ചുമതലപ്പെടുത്താൻ പറ്റാത്ത ഉദ്യോഗസ്ഥൻ. മിനിമം CA എങ്കിലും വേണം. ഇൻസ്പെക്ടർ റാങ്ക്. പുതിയ വകുപ്പാണ്. 72 എന്ന് പറഞ്ഞാൽ 72 നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ക്ലാസ്സിൽ ഇരുന്നപ്പോ എനിക്കും തെറ്റിപ്പോയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 66E ഉണ്ട്, 72 ഉണ്ട്. 66E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റത്തെ കുറിച്ച് പറയുന്നു. 72 രഹസ്യാത്മകത അതേപോലെ പ്രൈവസി, സ്വകാര്യതയെ കുറിച്ച് പറയുന്നത് 72 എന്നാൽ സ്വകാര്യതയിലുള്ള കടന്നുകയറ്റം മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ 66E, രഹസ്യാത്മകത പ്രൈവസി എന്ന് പറഞ്ഞ 2 പോയിന്റ് വന്നു കഴിഞ്ഞാൽ 72 IT ആയിട്ടുള്ള സെക്ഷൻ. അപ്പൊ ഇതിന്റെ ലംഘനത്തിനുള്ള ശിക്ഷ 2 വർഷവും 1 ലക്ഷം രൂപ പിഴയുമാണ്. ഓക്കെ. 65ാമത്തെ വകുപ്പ് സൈബർ ടാമ്പറിസം എന്ന് പറയും. 65 സൈബർ ടാമ്പറിസം എന്ന് പറയും. ഇതിന്റെ മലയാളം സൈബർ ചുരണ്ടൽ. കേട്ടോ, നല്ലൊരു പദം, ചുരണ്ടൽ. അതിന്റെ കുറ്റകൃത്യത്തിന് 3 വർഷം പ്ലസ് 2 ലക്ഷം രൂപ പിഴ. 77 B എന്ന് പറയുന്നത് ബെയിലബിൾ അല്ല, അതേപോലെ കൊഗ്നിസബിൾ ആണ്. 3 ഇയർ ആണ് അതിന്റെ ശിക്ഷ വരുന്നത്. ഇനി എന്താണ് ട്രാൻസിറ്റ്, ട്രാൻസ്പോർട്ട്? ട്രാൻസിറ്റ് അതേപോലെ ട്രാൻസ്പോർട്ട്. ട്രാൻസിറ്റും ട്രാൻസ്പോർട്ടും പഠിച്ചിരിക്കണം. ട്രാൻസിറ്റ് എന്താണ്, ട്രാൻസ്പോർട്ട് എന്താണെന്ന് പഠിച്ചിരിക്കണം. ട്രാൻസിറ്റിനെ കുറിച്ച് പറയുന്ന വകുപ്പ് 3 17A ട്രാൻസ്പോർട്ടിനെ കുറിച്ച് പറയുന്നത് 3 18 ആണ്. ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ കടത്തലാണ്. നമ്മളെ ഇവിടെ കേരളത്തിൽ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ലഹരി കടത്തി, അത് 3 18 ട്രാൻസ്പോർട്ട്. ഇനി സംസ്ഥാനങ്ങളുടെ അതിർത്തി രേഖ വഴി ആ സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്കോ സംസ്ഥാനത്തിന്റെ മറ്റൊരു പ്രദേശത്തെയോ അതിർത്തി രേഖ വഴി കൊണ്ടുപോകുന്നതിന് ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ അതിർത്തിയാണ് അവിടുത്തെ പോയിന്റ്. 3 17A. അങ്ങനെ അതിർത്തി എന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 3 17A ട്രാൻസിറ്റ്, അല്ലാത്തെല്ലാം ട്രാൻസ്പോർട്ട്. ഓക്കെ. സുബോധം പദ്ധതി ശ്രീ രവിശങ്കറും ഉമ്മൻചാണ്ടിയും ചേർന്ന് ആരംഭിച്ചതാണ്. പിന്നെ യെല്ലോ ലൈൻ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് 100 യാർഡ് ചുറ്റളവിൽ പുകയില വസ്തുക്കൾ വിൽക്കാൻ പാടില്ല. അതിനുവേണ്ടി ഒരു യെല്ലോ മഞ്ഞ വര റൗണ്ട് ചെയ്ത് വരയ്ക്കും. വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. വിരാട് കോഹ്ലി എന്നൊക്കെ പറഞ്ഞ് ഓപ്ഷൻ തുടങ്ങി തരാം. അപ്പൊ ഈ വിമുക്തിയുടെ ടോൾ ഫ്രീ നമ്പർ എന്ന് പഠിച്ചിരിക്കുക 14 405. 14 405 ആണ് വിമുക്തിയുടെ ടോൾ ഫ്രീ നമ്പർ. ഇത് ആരംഭിച്ചത് പിണറായി സർക്കാരാണ് കേരളത്തില്. അതിന്റെ വർഷം 2016 നവംബർ 20. ഇതിന്റെ പ്രചരണ പരിപാടിയുടെ പേര് നാളത്തെ കേരളം ലഹരി മുക്ത നവകേരളം. 90 ദിവസത്തെ പ്രചരണ പരിപാടിയായിരുന്നു. വിമുക്തിയുടെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ചീഫ് മിനിസ്റ്റർ ആണ്. ഡെപ്യൂട്ടി ചെയർമാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവേണിംഗ് ബോഡിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് നിലവിൽ MP രാജേഷ്. പിന്നെ ജില്ലാതല മേധാവി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജില്ലാ കളക്ടറാണ്. ഇനി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ ചോദിച്ചു കഴിഞ്ഞാൽ എക്സൈസ് മന്ത്രിയാണ്. അപ്പൊ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ ചെയർമാനും ഗവേണിംഗ് ബോഡിയുടെ വൈസ് ചെയർമാനും ആരാണ്? എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്. മദ്യം കൈവശം വച്ചിരിക്കാവുന്ന അളവ് ചോദിച്ചതാണ്. മദ്യം കൈവശം വച്ചിരിക്കുന്ന അളവിനെ കുറിച്ചുള്ള ചോദ്യം പഠിച്ചിരിക്കണം. മൊത്തം 15 ലിറ്റർ ആണ്. എങ്ങനെയാണ് അതിന്റെ കണക്ഷൻ പോകുന്നതെന്ന് വെച്ചാൽ വിദേശ മദ്യമാണെങ്കിൽ അതില് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വർ ആണെങ്കിൽ 3 ലിറ്റർ വയ്ക്കാം, ബീവറേജ് നമ്മൾ വാങ്ങുന്ന. ഇനി ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ ആണെങ്കിൽ 2.5 ലിറ്റർ വയ്ക്കാം. ഇനി കൊക്കോ ബ്രാൻഡി ആണെങ്കിൽ 1 ലിറ്റർ കൈവശം വയ്ക്കാം. വൈൻ ആണെങ്കിൽ 3.5 ലിറ്റർ കൈവശം വയ്ക്കാം. ബിയർ ആണെങ്കിൽ 3.5 ലിറ്റർ കൈവശം വയ്ക്കാം. അങ്ങനെ ടോട്ടല് 15 ലിറ്റർ വരും. എന്താണ് അബ്കാരി ലോക്ക്? അബ്കാരി ബന്ധപ്പെട്ട ഒരു സ്ഥാപനം അടച്ചു പൂട്ടി ലോക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള അധികാരം എക്സൈസ് കമ്മീഷണർക്കാണ് ഉള്ളത്. ഇപ്പൊ നിലവിൽ എക്സൈസ് കമ്മീഷണർ ആരാണ്? MR അജിത് കുമാർ സാറാണ്. ENA എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. എന്താണ് ENA? എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്ന് പറയുന്ന ENA എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാഥമിക അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകുന്നതിന്, ഈ അസംസ്കൃത വസ്തുക്കൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാഥമിക അസംസ്കൃത വസ്തുക്കൾ, അതായത് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള അസംസ്കൃത വസ്തുക്കൾ 400 കിലോമീറ്റർ ദൂരത്തിന് 0.1% ടാക്സും ആകെ യാത്രയ്ക്ക് പരമാവധി 0.5% ടാക്സും ലഭ്യമാക്കുക. അതാണ് ENA കുറിച്ച് പറയുന്നത്. ഇന്ത്യയിൽ വിൽക്കുന്ന സ്പിരിറ്റിന്റെ അളവ് എന്ന് പറഞ്ഞാൽ പഠിച്ചു തുടങ്ങാം. നമ്മൾ നേരത്തെ 57.11 ലണ്ടൻ പ്രൂഫ് പഠിച്ചു. ഇന്ത്യയിലെ കണക്ക് പ്രകാരം 48.8% V/V, ഈ ആൽക്കഹോൾ ബൈ വോളിയം.
ബ്ലെൻഡിങ് എന്താണ്, കോമ്പൗണ്ടിങ് എന്താണ്, റെഡ്യൂസിങ് എന്താണ്, ഫോർട്ടിഫിക്കേഷൻ എന്താണ്. ഫോർട്ടിഫിക്കേഷനും ബ്ലെൻഡിങ്ങും ഇതൊക്കെ എന്താണെന്ന് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്, ചോയ്സിലുള്ളതാണ്. ഫസ്റ്റ് പഠിക്കുന്ന ബ്ലെൻഡിങ്ങിനാണ്. ബ്ലെൻഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടിക്കലർത്തുന്നതിനാണ് ബ്ലെൻഡിങ് എന്ന് പറയും. 3 സെക്ഷൻ 2A ആണ് ബ്ലെൻഡിങ്ങിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 2A ബ്ലെൻഡിങ് എന്ന് പറഞ്ഞാൽ രണ്ട് മദ്യം കൂട്ടിക്കലർത്തുന്നത്. ഈ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ മദ്യത്തിന് മണം, രുചി എന്നിവ നൽകാൻ വേണ്ടി ആഡ് ചെയ്യുന്ന സാധനങ്ങളാണ് കോമ്പൗണ്ടിങ്. ഇനി റെഡ്യൂസിങ് എന്ന് പറഞ്ഞാൽ മദ്യത്തിൽ വെള്ളം ചേർത്ത് ഗാഢത കുറയ്ക്കുന്നതാണ് റെഡ്യൂസിങ്. ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഗാഢത കൂട്ടാൻ വേണ്ടി നമ്മളൊരു സാധനം ചേർത്ത് കൊടുക്കും. അതിന്റെ പേരാണ് CH3OH അല്ലെങ്കിൽ മെഥനോൾ അല്ലെങ്കിൽ മീഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നു. മീഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്ന സാധനം കത്തിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന നിറം, ജ്വാലയുടെ നിറം ഇളം വെളുത്ത നിറമാണ്. അതിനെ വുഡ് സ്പിരിറ്റ് എന്ന് പറയും, വുഡ് സ്പിരിറ്റ്. ഇനി എഥനോൾ നമ്മൾ നേരത്തെ പഠിച്ച നല്ല മദ്യം കത്തിച്ചു കഴിഞ്ഞാൽ ഇളം നീല നിറം ലഭിക്കുന്നതായിരിക്കും. ഇത്രയാണ് ഇതിൽ വരുന്നത്. നല്ലപോലെ എക്സസൈസ് പരീക്ഷ എഴുതുക. ഞാൻ എപ്പോഴും പറയുന്നു, 60 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ പരീക്ഷ ടൈറ്റ് ആണെങ്കിൽ കിട്ടും. പരീക്ഷ ടൈറ്റ് ആവുന്നതിന് നല്ലത്. ഓക്കെ, ഈ എക്സസൈസിന്റെ ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിങ്ങൾ നല്ലപോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഭയങ്കരമായിട്ടൊന്നും പഠിച്ചിട്ടില്ല, കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളൂ. IT ആക്ട് കുറച്ചൊക്കെ എനിക്കറിയാം, പ്രാക്ടീസിന് വേണ്ടി പോയി എഴുതുന്നതാണ്. അപ്പൊ ഈ എക്സസൈസിന്റെ പരീക്ഷയ്ക്ക് നിങ്ങൾ ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഒരു 17+ മാർക്ക് വാങ്ങുമെങ്കിൽ, ബാക്കി 80-ൽ 40 മാർക്ക് പ്ലസ് വാങ്ങുമെങ്കിൽ നിങ്ങൾ ലിസ്റ്റിൽ വരും. പരീക്ഷ അത്യാവശ്യം ടൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നല്ലൊരു റാങ്കിൽ വരും. ഓക്കെ, കാരണം ഇതില് കട്ട് ഓഫിനെ കാട്ടി 2 മാർക്ക് വാങ്ങിച്ചാൽ 43 റാങ്ക് വരും. കട്ട് ഓഫിനെ കാട്ടി 5 മാർക്ക് വാങ്ങിച്ചാൽ 20-ാമത്തെ റാങ്ക് വരും. കട്ട് ഓഫിനെ കാട്ടി 5 കൂടുതൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ 10-ാമത്തെ റാങ്ക് വരും. 10-ാമത്തൊക്കെ വന്ന് കൺഫേം കിട്ടും. 20-ാമത്തെ വന്ന് ഏകദേശം പ്രതീക്ഷിക്കാം. അതിന് മുകളിലോട്ട് വന്നാൽ ചിലപ്പോൾ ഒരു സാധ്യത ഉണ്ടായേക്കാം. ഇത്രയാണ് ഇതിന്റെ ഫുൾ വിവരണം.